കാഴ്ചകളിലേക്ക് സ്വാഗതം. ആഹാ, സൺഡേ സ്കൂളിൽ പോകാൻ സമയമായിട്ടും നീ എന്താണ് ഒരുങ്ങാത്തെ? അവൻ ഇന്ന് ചെറിയൊരു മടി. മടിയോ? എന്റെ മോനോ? ആണോടാ? എന്റെ പപ്പേ ആഴ്ചയിൽ 5 ദിവസം സ്കൂൾ, പിന്നെ ട്യൂഷൻ, ഞായറാഴ്ച ഒരു ദിവസം വിശ്രമത്തിന്. എടാ മോനെ, ആഴ്ച ഒരു ദിവസം ഏതാനും മണിക്കൂറല്ലേ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് വേണ്ടി. ശരിയാ പപ്പേ, പക്ഷെ എത്ര നേരാ വെറുതെ? വെറുതെ അല്ലടാ, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തമാണ്. അത് നമ്മുടെ ശക്തിയാണ്. ദേ സമയം 9:30 വേഗം പോകാൻ നോക്ക്. ശരി. പോവാട്ടോ. ഓക്കേടാ. പഞ്ചസാര തീർന്നു. നിങ്ങൾ ഇവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവാണോ? എടി ചായ ആയില്ലേ? രാവിലെ പള്ളിയിൽ പോയതാ, വിശന്നിട്ട് കൈ വരയ്ക്കുന്നു. അച്ചായ, പഞ്ചസാര തീർന്നു പോയി. കടയിൽ പോയി ഇത്തിരി വാങ്ങി വരാവോ? എടി രാവിലെ പള്ളിയിൽ പോയപ്പോ നിനക്ക് പറയാൻ മേലായിരുന്നോ? സോറി ചായ. ദാ താക്കോൽ. അത് മോന്റെ സൈക്കിളല്ലേ? ബസ്. ഒരു പൗളില്ല. മോൻ വെയിൽ കൊണ്ടാണോ വന്നത്? ആകെ ക്ഷീണിച്ചു പോയല്ലോ. കൈയും മുഖം കഴുകിയിട്ട് വാ, ചോറ് തരാം.
പപ്പ പപ്പ ചോറുണ്ടോ? പപ്പയൊന്നും കഴിച്ചില്ല, അതാ പറമ്പിലുണ്ട്. അതെയോ? അതെന്താ? എനിക്കറിയാൻ മേല, നിനക്കറിയാവോ? എനിക്കൊന്നും അറിയാൻ മേലേ. മമ്മി പപ്പായ്ക്ക് വെള്ളം കൊടുത്തിട്ട് വരാം. അയ്യോ ജോർജേട്ടാ! അമ്മേ! ജോർജേട്ടാ ഒന്ന് എഴുന്നേറ്റ്. ജോർജേട്ടാ, എടാ അമലേ, ഒന്നിങ്ങ് വന്നേടാ. ജോർജേട്ടാ എഴുന്നേക്ക്. പപ്പ! ജോർജേട്ടാ പപ്പ! എഴുന്നേക്ക്. ജോർജേട്ടാ പപ്പ! പപ്പ എണീക്ക്. എന്താ? പപ്പ! നേരം വെളുത്തിട്ട് ഒരു ഇറക്ക് വെള്ളം പോലും കുടിച്ചിട്ടില്ല. മക്കളെ വഴിതെറ്റിപ്പോയെന്നും പറഞ്ഞ് പട്ടിണി കിടന്ന് നിങ്ങൾ എന്ത് പണിയാ മനുഷ്യ കാണിച്ചത്? എന്റെ ഈശോയെ, ഞാൻ എന്താ ചെയ്യാ? എണീക്ക് പപ്പ, എണീക്ക്. എഴുന്നേക്ക് ജോർജേട്ടാ, എഴുന്നേക്ക്. ദൈവം നമുക്ക് തന്ന മക്കളെ നേരെ ചൊവ്വേ വളർത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവൻ? എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ലേ എന്റെ മോൻ. എന്നോട് ക്ഷമിക്കൂ പപ്പ. നിനക്ക് കളിക്കാൻ പോണടാ. വിശുദ്ധ കുർബാന കുടുംബങ്ങളുടെ എന്നത്തെയും ധ്യാന വിഷയമാണ്. കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആധ്യാത്മിക പിതാക്കന്മാരൊക്കെ കുർബാനയെക്കുറിച്ച് സംസാരിക്കും. ദമ്പതികളുടെ ജീവിതം ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ആ ദമ്പതികളുടെ ജീവിതം ശക്തിപ്പെട്ട് തുടരേണ്ടത് ആ കുർബാനയിൽ കേന്ദ്രീകരിച്ചാണ്. അവരുടെ ജീവിതം അവസാനിക്കേണ്ടത് വിശുദ്ധ കുർബാനയായിട്ടാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബജീവിതവുമാണ്. നമ്മെ എല്ലാവരെയും വിശുദ്ധീകരിക്കുന്ന ശ്രേഷ്ഠമായ കൂദാശയാണല്ലോ വിശുദ്ധ കുർബാന. പരിമിതികളുള്ള, ബലഹീനതകളുള്ള മനുഷ്യരായ സ്ത്രീ പുരുഷന്മാർ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ ആ ബന്ധത്തിലൂടെ, ആ കുടുംബത്തിലൂടെ യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ബലിയിലൂടെ ദൈവം നിരന്തരം ആ ഭാര്യാഭർത്തൃ ബന്ധത്തെ വിശുദ്ധീകരിച്ചേ മതിയാകും. ഇത്തരത്തിൽ ദൈവം ദമ്പതികളെ, കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജീവിതബന്ധിയായ
കാഴ്ച സമർപ്പണം കുടുംബത്തിൽ നടക്കണമെന്നുള്ളത്. ജീവിതബന്ധിയായ കാഴ്ച സമർപ്പണം വിശുദ്ധ ബലിയോട് ബന്ധപ്പെട്ട് നടത്താൻ പറ്റണം. നാം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പുതുമ. എന്നാൽ വിശുദ്ധ കുർബാനയിലെ രീതികളിലോ അനുഷ്ഠാനങ്ങളിലോ അതിൻ്റെ പ്രാർത്ഥനകളിലോ പാട്ടുകളിലോ ഒന്നും പുതുമയില്ല. പുതുമയുണ്ടാവേണ്ടത് എവിടെയാണ്? പുതുമയുണ്ടാവേണ്ടത് കാഴ്ച സമർപ്പണത്തിലാണ്. ഇവിടെ മാതൃക രക്ഷകനായ ബലിയർപ്പകനായ ഈശോ തന്നെയാണ്. ഈശോ എന്താണ് ബലിയിൽ കാഴ്ചയർപ്പിച്ചത്? പഴയ നിയമ പുരോഹിതരെ പോലെ ആടുകളെയും കാളകളെയും ഒക്കെയാണോ അർപ്പിച്ചത്? അല്ല എന്ന് നമുക്കറിയാം. ബലിയർപ്പകനായ ഈശോ അർപ്പിച്ചത് തൻ്റെ ജീവിതത്തെ തന്നെയാണ്. ഇതുപോലെ ദമ്പതികൾക്ക് ഓരോ ദിവസത്തെയും തങ്ങളുടെ ബലി പുതുമയുള്ളതായി മാറണമെന്നുണ്ടെങ്കിൽ പുത്തൻ ജീവിതാനുഭവങ്ങളെ സമർപ്പിക്കാൻ പറ്റണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന, ദമ്പതികളായ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദിവസത്തെ അനുഭവം പുതുമയുള്ളതല്ലേ? ആ പുതുമയുള്ള അനുഭവങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ബലിയിൽ കാഴ്ചയായി സമർപ്പിക്കാൻ പറ്റുകയില്ലേ? ബലിയിൽ കൊടുക്കാതെ കിട്ടുകയില്ല. എന്നാണ് ബലിയിൽ കൊടുക്കേണ്ടത്? ബലിയിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെയാണ്. ഒരാഴ്ചയുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരാഴ്ചയുടെ അവസാനത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ ആഴ്ചയിൽ കിട്ടിയ ജീവിതാനുഭവങ്ങളെ എല്ലാം ബലിയിലേക്ക് കാഴ്ചയായി കൊണ്ടു കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ കാഴ്ചയായി കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവർ വിശ്വസിക്കുന്ന ദേവനും ദേവിക്കുമൊക്കെ നേർച്ചകൾ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദേവൻ്റെയും ദേവിയുടെയും സന്നിധിയിൽ നേർച്ച കാഴ്ചകൾ കൊടുക്കുമ്പോൾ ആ സഹോദരങ്ങൾക്ക് എന്താണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത്? നമുക്കറിയാം, പ്രസാദം. അവർക്ക് കിട്ടുന്നത് പ്രസാദമാണ്. അതിൻ്റെ അർത്ഥം എന്നാ? ആ ദൈവം എന്നിൽ പ്രസാദിച്ചു. നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ പറയുന്ന പ്രസാദവരം തന്നെയാണത്. ഗ്രേസ്, ദൈവത്തിൻ്റെ പ്രസാദം എനിക്ക് ലഭിച്ചു എന്ന് അവർ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ചന്ദനക്കുറിയേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ ദേവൻ്റെ അല്ലെ ദേവിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ അർപ്പിച്ച പുഷ്പങ്ങളേ ഉള്ളൂ. അവർ പറയുന്നു പ്രസാദമാണിത്, ദൈവം എന്നിൽ പ്രസാദിച്ചു എന്നാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന നീ നിൻ്റെ ജീവിത പങ്കാളിയോടൊത്ത് ഓരോ ദിവസത്തെയും നിൻ്റെ ജീവിതത്തിൻ്റെ പുതിയ അനുഭവങ്ങളെ ആ ബലിയിൽ കൊടുക്കുമ്പോൾ നിനക്കെന്താണ് പ്രതിഫലമായിട്ട് കിട്ടുന്നത്? എന്താണ് കിട്ടുന്നത്? നിനക്ക് കിട്ടുന്നത് പ്രസാദവരമല്ല, അല്ലേ? പ്രസാദവരം മാത്രമല്ല, പിന്നെയോ ഈ പ്രസാദവരം നൽകുന്ന ദൈവത്തെ തന്നെയാണ് കിട്ടുന്നത്. അതാണ് വ്യത്യാസം. നീ ബലിയർപ്പകനായി ഈ ബലിപീഠത്തെങ്കിലേക്ക് വരുമ്പോൾ നിൻ്റെ ജീവിതബന്ധിയായ അനുഭവങ്ങളെ, ഒരാഴ്ചത്തെ അനുഭവങ്ങളെ കൊടുക്കുമ്പോൾ ആ ദൈവം തന്നെ നിൻ്റെ കൂടെ ഇറങ്ങി വരികയാണ്. ഇതാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ അനന്യത എന്ന് പറയുന്നത്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസത്തെ ചെറുതാക്കി കാണുകയല്ല ഞാനിവിടെ. നമുക്കറിയാമല്ലോ, ഒന്നിൻ്റെ പൂർണ്ണതയായിട്ടാണ് മറ്റൊരു വിശ്വാസത്തെ നമ്മൾ കാണുന്നത്. അവർ വിശ്വസിക്കുന്ന ഒരു ദൈവം അവരുടെ കൂടെ ചെല്ലുന്നില്ല, പ്രസാദം കൊടുത്തു വിടുകയാണ്. പക്ഷേ നിൻ്റെ ദൈവം നിൻ്റെ കൂടെ ഇറങ്ങി വരികയാണ്. അതാണല്ലോ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമുക്ക് അനുഭവമാകുന്നത്. നിൻ്റെ ജീവിത പങ്കാളിയുടെ, നിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതബന്ധിയായ അനുഭവങ്ങളെ വിശുദ്ധ കുർബാനയിൽ കൊടുക്കുമ്പോൾ ആ ദൈവം നിൻ്റെ കൂടെ ഇറങ്ങി വരികയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറയുകയാണ്. ഇത് പറയുമ്പോൾ പണ്ടത്തെയൊക്കെ ഉള്ള തറവാട്ട് കുടുംബത്തിലെ അവസ്ഥ ഓർക്കും. പണ്ടത്തെ തറവാട്ട് കുടുംബങ്ങളിൽ മക്കൾ ഒത്തിരിയുള്ള കാലം, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒത്തിരിയുണ്ട്. 8, 10, 15 മക്കളുള്ള കാലം. ഈ പെൺകുട്ടികളെ ഓരോന്നിനെ കെട്ടിച്ചു വിടുമെന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. കാരണം ഒന്നിനെ കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ അടുത്തതിൻ്റെ സമയമായി, പ്രായമായി. പക്ഷേ ചില പെൺകുട്ടികളുണ്ട്, കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോൾ
ചെന്ന് കയറിയ വീട്ടിലെ പ്രശ്നങ്ങളുമായിട്ട് ഈ തറവാട്ട് വീട്ടിലോട്ട് വരും. അങ്ങനെ തറവാട്ട് വീട്ടിലോട്ട് വരുമ്പോൾ കാരണവർ അങ്ങനെ പൂമുഖത്ത് ചാരുകസേരയിൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. കാരണവർക്ക് വേണ്ടിയിട്ട് കാര്യം നടത്തിക്കുന്ന ആൾ, കാര്യസ്ഥൻ ആയ മകൻ അടുത്ത് നിൽപ്പുണ്ട്. ദൂരേന്ന് ഈ പെട്ടിയൊക്കെ ആയിട്ട് അലമുറയിട്ട് വരുന്ന ഈ മകളെ ശ്രദ്ധിക്കും കാരണവർ. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന മകനോട് ചോദിക്കും, അത് നമ്മുടെ റോസമ്മയല്ലേ വരുന്നത്? അതെ ചാച്ചാന്ന് പറയും. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തല്ലിയലച്ച് അവിടെ വന്ന് വീഴും അവൾ. ഇനി ഞാൻ അങ്ങോട്ട് പോകണില്ല, അവർക്കാർക്കും എന്നോട് സ്നേഹമില്ല, ആകെ പ്രശ്നം. ഈ കാരണവർ എന്നാ പറയും അടുത്ത് നിൽക്കുന്ന കാര്യം നടത്തുന്ന മകനോട്, മക്കളെ നീയല്ലേ എനിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അതുകൊണ്ട് ഈ പ്രശ്നമൊന്ന് പരിഹരിക്കണം. നീ അവളുടെ കൂടെ പോയി 1-2 ദിവസം അവിടെ താമസിച്ച് അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചിട്ട് വരണം. ഈ വിശ്വസ്തനായ കാര്യം നടത്തുന്ന മകനെ ഈ കാരണവർ ഈ പ്രശ്നക്കാരിയായ മകളുടെ കൂടെ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിടുക. എന്നിട്ട് അവിടെ ചെന്ന് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ട് തിരിച്ചു വരും. ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിലേക്ക് നാം ബലിയർപ്പിക്കാൻ ദമ്പതികൾ തങ്ങളുടെ ജീവിതബന്ധിയായ അനുഭവങ്ങളുമായിട്ട് പോകുമ്പോൾ ഈ കാരണവരായ ദൈവപിതാവിൻ്റെ മുമ്പിൽ ഈ അനുഭവങ്ങളെ കാഴ്ചകളായി കൊടുക്കുമ്പോൾ പിതാവായ ദൈവം പറയും, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മകൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ, അവന് ഇതൊക്കെ നല്ല പരിചയമാണ്, അത് രക്ഷകനായ യേശുവാ. പിതാവായ ദൈവം പറയും, ഇവനെ ഞാൻ നിൻ്റെ കൂടെ വിടുക, നിങ്ങളുടെ കൂടെ വിടുക, അവൻ നിൻ്റെ കൂടെ വന്ന് താമസിച്ച് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുർബാന സ്വീകരണത്തിൽ നടക്കുന്ന അവിടുന്ന് പറയുക, എന്നിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, കൂടെ ചരിക്കുന്ന ദൈവം. ഈ ഒരു അനുഭവം കിട്ടണമെങ്കിൽ ഈ ബലിയിൽ ജീവിതബന്ധിയായ അനുഭവങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റണം. വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ദമ്പതികൾക്ക് ബലി ഒരു അനുഭവമായി തീരണം. കാരണം ബലിയിൽ കാഴ്ച അർപ്പിച്ചാൽ മാത്രം പോരാ, നീ ബലി വസ്തുവായി മാറണം. ബലി വസ്തുവായി മാറുന്ന അനുഭവം ഉണ്ടാവണം. വിശുദ്ധ കുർബാനയ്ക്ക് പ്രതീകാത്മകമായ ഒരു തലവും യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തലവും ഉണ്ടല്ലേ. പെസഹ തിരുനാളിൽ ഈശോ എന്നാ ചെയ്തത്? പ്രതീകാത്മകമായ അർപ്പണം നടത്തി. പക്ഷേ അതിൻ്റെ യഥാർത്ഥ മുഖം എവിടെ കാണുന്നത്? കാൽവരിയിൽ. പെസഹ തിരുനാളിൽ യേശു ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞിട്ട് പ്രതീകാത്മകമായ അർപ്പണം നടത്തിയിട്ട് പിറ്റേ ദിവസം അർപ്പിക്കാൻ മടി കാണിച്ചിരുന്നെങ്കിൽ തലേ ദിവസത്തെ അർത്ഥശൂന്യമായ പ്രവൃത്തിയാകുമായിരുന്നില്ലേ? ഇതുപോലെ തന്നെ ദേവാലയത്തിലുള്ള ബലിയും നിൻ്റെ ജീവിതത്തിലുള്ള ബലിയുണ്ട്. ദേവാലയത്തിലുള്ള ബലി പെസഹ ആചരണം പോലെയാണ് നിനക്ക്, നിൻ്റെ ദാമ്പത്യ ജീവിതത്തിന്. അത് കഴിഞ്ഞിട്ട് കാൽവരിയോളമുള്ള ഒരു യാത്രയുണ്ട്, അത് നിൻ്റെ കുടുംബജീവിതത്തിലാണ്. അവിടെ അർപ്പിക്കാൻ പറ്റണം. അങ്ങനെ അർപ്പിക്കാത്ത ദമ്പതികൾക്ക് ബലി അനുഭവമാകില്ല. അതുകൊണ്ട് ഞാൻ പറയും, വിശുദ്ധ കുർബാന ജീവിതഗന്ധിയും ജീവിതബന്ധിയുമാവണം. ദമ്പതികൾക്ക് വിശുദ്ധ കുർബാന ജീവിതബന്ധിയും ജീവിതഗന്ധിയുമാവണം. എന്ന് പറഞ്ഞാൽ കടന്നുപോയ ആഴ്ചയിലെ നിൻ്റെ ജീവിതത്തിൻ്റെ ഗന്ധം, മണം നിൻ്റെ ഈ അൾത്താരയിലെ ബലിയർപ്പണത്തിനുണ്ടാവണം. ഒപ്പം വരുന്ന ആഴ്ചയിലെ നിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കണം, അല്ലെ ബന്ധപ്പെടുത്തി നിർത്തണം ഈ ഞായറാഴ്ച ബലിയർപ്പണം. അങ്ങനെ പരസ്പര ബന്ധിതമായ ബലിയർപ്പണത്തിലേക്ക് വരണം. അവിടെ ദമ്പതികളുടെ ജീവിതം ബലി കേന്ദ്രീകൃതമായിട്ട് മാറും. ചിലപ്പോഴൊക്കെ വിശുദ്ധ കുർബാന നമുക്ക് അനുഷ്ഠാനമായി മാത്രം പോകുന്നുണ്ട്. അത് ബലിക്ക് ജീവിതത്തോട് ബന്ധമില്ലാത്തതുകൊണ്ട് കടന്നുപോയ ദിവസങ്ങളിലെ അനുഭവങ്ങൾ ഹൃദയത്തിൽ പേറി ആ അനുഭവങ്ങൾ നിറഞ്ഞ ഹൃദയവുമായി അൾത്താരയെങ്കിലേക്ക് ഓടി വന്നിരുന്ന നമ്മുടെ പൂർവികരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മുക്കിന് പള്ളിയുള്ള പോലെ അന്നില്ലായിരുന്നല്ലോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. എന്നുമാത്രം നടക്കണമായിരുന്നു, ഏത് പ്രദേശത്തായാലും എന്നുമാത്രം ദൂരം നടക്കണമായിരുന്നു. തലേ ദിവസം രാത്രി തന്നെ ഞായറാഴ്ച ബലിയർപ്പണത്തിലേക്ക് പോയിരുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ട്. കാരണം ഏറെ ദൂരം നടക്കണം. ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ സൂക്ഷിച്ചിരുന്ന എന്തായിരുന്നു? ഈ ഒരാഴ്ചത്തെ ജീവിതാനുഭവങ്ങൾ. അതുകൊണ്ട് ഈ ബലിപീഠത്തിൽ വെച്ചിട്ട് യേശുവിനെ ശക്തിയായി നേടിയവർ പോവുകയാണ്. പഴമക്കാർ പറയാറുണ്ട്, ചൂട്ടുകറ്റയൊക്കെ കത്തിച്ചാണ് പോകുന്നത്. നമുക്ക് അങ്ങനെ അനുഭവമുണ്ട്, ഏത് പ്രദേശത്തായാലും ഉണ്ട്. വടക്കായാലും തെക്കായാലും ഈ അനുഭവമുള്ള ഒത്തിരി പേരുണ്ട്.
ചൂട്ടുകറ്റ കത്തിച്ചാൽ പോട്ടത്. ഈ ചൂട്ടുകറ്റ അങ്ങനെ കത്തിയാളുക, അതുപോലെ ഇവൻ്റെ ഹൃദയവും കത്തിയാളുക. കാരണം ഒത്തിരിയേറെ ശത്രുക്കളുടെ നടുവിലൂടെ യാത്ര ചെയ്യുന്ന ഇവന് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം. ഈ ബലിപീഠത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. ഈ ഭാര്യയായിട്ട് മക്കളുമായിട്ട് പോവുക. ഈ ചൂട്ടുകറ്റ കത്തുന്നത് പോലെ ഹൃദയം കത്തിയിരിക്കുക. പക്ഷേ പുതുമഴ ഉണ്ടാകുമ്പോൾ ഈ ചൂട്ടുകറ്റ കെടുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഇവന് അനുഭവം കിട്ടുമ്പോൾ എല്ലാം കെടുകയാണ്. അങ്ങനെ നമ്മുടെ പൂർവികർ കുടുംബജീവിതത്തെ ധൈര്യപൂർവ്വം ബലിയിൽ കേന്ദ്രീകൃതമായി നയിച്ചിരുന്നു. ഇന്ന് നമുക്കത് വേണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ബലിയിൽ നിന്ന് ദമ്പതികൾ അകലുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹം പുലർത്താൻ, മക്കളോട് സ്നേഹം പുലർത്താൻ, മാതാപിതാക്കളെ ആദരിക്കാൻ, അയൽപക്കക്കാരെ സ്നേഹിക്കാൻ, എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാനൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബലിയുടെ പങ്കുവഹിക്കുന്ന മനോഭാവം ഉണ്ടാവണം. ബലി മുറിക്കപ്പെടുന്നതല്ലേ? ബലി മുറിക്കപ്പെടുന്ന അനുഭവമല്ലേ? പങ്കുവെച്ചു കൊടുക്കുന്ന അനുഭവമല്ലേ? ആ അപ്പത്തിലൂടെ വീഞ്ഞിലൂടെ നിൻ്റെ ദൈവം അവിടെ സന്നിഹിതനാകുമ്പോൾ വിഭജിതനാവുകയാണ്, പങ്കുവയ്ക്കപ്പെടുകയാണ്. ഇതിലേക്ക് നിങ്ങൾക്കൊക്കെ പോകാൻ പറ്റണമെങ്കിൽ നിൻ്റെ അനുഭവങ്ങളെ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. നമുക്ക് തലമുറകൾക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം അതാ. അക്രൈസ്തവരായ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ ബലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കണം. സന്ധ്യയാകുമ്പോൾ നാമം ചൊല്ലുന്ന, പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ വിളിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൽ നിന്ന് അകന്നു. ഇന്ന് നമ്മൾ കൂട്ടം കൂടുന്നത് മറ്റ് പല ആഘോഷങ്ങളിലുമാണ്. ദൈവത്തെ മറന്നു പോകുന്ന സാഹചര്യം, പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കൃപ യാചിക്കുന്ന സാഹചര്യം വിട്ടുപോകുന്നു. അതുകൊണ്ട് തിരിച്ചു വരാം ബലിയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, നമസ്കാരങ്ങളിലേക്ക്. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. അത്തരത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച്, ബലിയിൽ ആശ്രയിച്ച് ബലിജീവിതം നയിച്ച ഒട്ടേറെ ദമ്പതികൾ നമുക്കുണ്ട്. ഇന്നും അത്തരക്കാർ ഒട്ടനേകമുണ്ട്. അവരുടെ സാക്ഷ്യം നമുക്ക് ശക്തി പകരും, ഊർജം പകരും. അവരുടെ സാക്ഷ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എൻ്റെ പേര് റോബിൻ, എൻ്റെ വൈഫ് സിബിൾ. ഞാൻ PNB മെറ്റ്ലൈഫ് എന്ന കമ്പനിയിൽ നോർത്ത് കേരള ട്രെയിനിങ് ഹെഡായി വർക്ക് ചെയ്യുന്നു. വൈഫ് ഹോളി ഫാമിലി സ്കൂളിൽ ടീച്ചറാണ്. ഞാനിപ്പോൾ ലൂർദ് പാരിഷിൽ ഒരു മെമ്പറാണ്. ഓൾ സ്പിരിറ്റ് അസീസി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് ലൂർദ് പാരിഷിൽ വർക്ക് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ലൂർദ് പാരിഷിൻ്റെ അണ്ടറിലുള്ള കേന്ദ്രസമിതി കുടുംബ കൂട്ടായ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറും കൂടിയാണ്. ദാമ്പത്യ ജീവിതവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ കുർബാന ഒരു ദാമ്പത്യ ജീവിതം ഒരു നല്ല രീതിയിൽ, ഒരു ക്രൈസ്തവപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശുദ്ധ കുർബാന ഏറ്റവും അത്യാവശ്യമാണ്. 2012 സെഹിയോൻ അട്ടപ്പാടിയുള്ള സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ശേഷമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശരിയായൊരു ബോധ്യം ഒരു ഉൾക്കാഴ്ച എനിക്ക് വന്നത്. അന്നു മുതൽ ഇന്ന് വരെ ജോലി സംബന്ധമായിട്ടുള്ള ചില ദിവസങ്ങളിൽ, യാത്രയാവുന്ന ദിവസങ്ങളിൽ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് സംബന്ധിക്കാൻ സാധിക്കാറില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബമടക്കം വിശുദ്ധ കുർബാനയ്ക്ക് പോകാറുണ്ട്. പലപ്പോഴും ജോലിയുള്ള അവസരങ്ങളിൽ ഉച്ചതിരിഞ്ഞിട്ടാണ് കുർബാനയ്ക്ക് പോകാറ്. ലൂർദിൽ എല്ലാ ദിവസവും 3 കുർബാനയുണ്ട്. ഇല്ലെങ്കിൽ മുടക്കു ദിവസങ്ങൾ, ഇപ്പോൾ സമ്മർ വെക്കേഷനിലേക്ക് ഞങ്ങൾ ആദ്യത്തെ കുർബാനയ്ക്കോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുർബാനയ്ക്കോ ആണ് പോകാറ്. കുടുംബജീവിതവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, വിശുദ്ധ കുർബാനയിൽ 2000 വർഷം മുമ്പ് യേശു എങ്ങനെ നമുക്ക് വേണ്ടി ബലി കഴിപ്പിച്ചോ അതുപോലെ തന്നെയാണ് ഓരോ മാതാപിതാക്കൾ, ഇപ്പോൾ ഭർത്താവാണെങ്കിൽ ഭർത്താവ് കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവൻ അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്ന മാതിരി തന്നെയാണ് ഭാര്യ ഭർത്താവിനും മക്കൾക്കും വേണ്ടി തിരിച്ചു ചെയ്യുന്നത്. അപ്പോൾ ഒരു ബലിയർപ്പണമാണ് സാധാരണ ഒരു കുടുംബജീവിതത്തിൽ നടക്കുന്നത്. കാരണം കുടുംബജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാതിരി തന്നെ ജീവിതം പോകണമെന്നില്ല. ജീവിതത്തിൽ പല സഹനങ്ങളും വിഷമങ്ങളൊക്കെയും വരാം. അപ്പോൾ ഈ വിഷമങ്ങളും സഹനങ്ങളും ഓരോ വിശുദ്ധ കുർബാനയും നമ്മൾ സംബന്ധിക്കുമ്പോഴും ആ വിശുദ്ധ കുർബാനയിൽ കാസയും പേലാസയും വൈദികൻ ഉയർത്തുമ്പോൾ നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ നമ്മുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ
അതിൽ നിന്നാണ് നമുക്കൊരു ശക്തി കിട്ടുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ പ്രൊഫഷണലായിട്ടും ഫാമിലി ആയിട്ടും നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എപ്പോഴും എനിക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ ആ നല്ലൊരു വിശുദ്ധ കുർബാന നമ്മൾ സമർപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസയിലും പീലാസിലും എൻ്റെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ എല്ലാ വേദനകളും ഞാൻ സമർപ്പിക്കുമ്പോൾ, അത് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങും, ആ സമർപ്പണ ബലി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു റിലീഫ് കിട്ടിയ മാതിരിയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ട് ഒരു കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ തിരിച്ചു വരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും കാറിൽ കയറുമ്പോൾ തന്നെ അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയും നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഭവമായിട്ടുള്ളൊരു കാര്യമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ അനുഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം, ഒരു ക്രൈസ്തവൻ്റെ ഒരു ജീവിതം, പ്രത്യേകിച്ച് കത്തോലിക്ക കുടുംബങ്ങൾ ഒരു വിശുദ്ധ കുർബാനയിൽ അനുഷ്ഠിതമായിട്ട് ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധി വരെ, ഒരു പരിധിയല്ല, ഒരു 99% അല്ലെങ്കിൽ 100% നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുമെന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. എൻ്റെ പേര് സിബിൾ, ഞാൻ അധ്യാപികയാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഹോളി ഫാമിലി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, ജോവൻ, ജോവിത്ത്. അവർ ദേവമാത സ്കൂളിൽ പഠിക്കുന്നു. മൂത്ത മോൻ 5ാം ക്ലാസ്സിലും ഇളയാൾ UKGയിലുമാണ് പഠിക്കുന്നത്. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ദൈവം തന്ന ഒരു, ഈശോ തന്നെ തന്ന ഒരു കൃപയാണ് എന്നും വിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കാൻ പോവുക എന്നുള്ളത്. കാരണം ഹസ്ബൻഡ് സൂചിപ്പിച്ചതുപോലെ ആദ്യം നമ്മൾ കുർബാനയ്ക്ക് പോവാറുണ്ട്, പക്ഷേ അത് മുടങ്ങാതെ എന്നും കാണണം എന്നുള്ള ഒരു തീക്ഷ്ണത ഉള്ളിൽ നിറഞ്ഞത് ദൈവം തന്നെ, ഈശോ തന്നെ അനുവദിച്ച് തന്ന ഒരു കൃപയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്നും സംബന്ധിക്കാൻ പോകുമ്പോൾ ഒരുപാട് നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് നന്നായി ഒരുങ്ങി പോകണം. വിശുദ്ധ കുർബാന ഓരോ നിമിഷവും ഈശോയോടുള്ള ഒരു നമ്മുടെ എന്താ പറയുക, ഹൃദയത്തിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ ഈശോയോട് സംസാരിക്കുന്നതാണ് ഈ 1.5 മണിക്കൂർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾ ആ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ, ഈശോയെ ഇന്ന് ഇങ്ങനൊരു കാര്യമുണ്ട്, ഈശോയെ എനിക്ക് പേടിയുണ്ട്, ഇങ്ങനെ ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ ഒരു ഫ്രണ്ടിനോട് പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമല്ലാതെ ആവുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പ്രശ്നത്തെക്കുറിച്ച് കുർബാന കഴിയുന്നതോടെ ആ പ്രശ്നം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് മാറി. പിന്നെ നമ്മൾ പിന്നെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഈശോ ഇങ്ങനെ ഒരു വലിയൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ, അത് ഞാൻ പോലും അറിയാതെ അത് ഈശോ എനിക്ക് നടത്തി തന്നുവല്ലോ എന്ന് ഞാൻ പിന്നീട് ഓർക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് പാപം ചെയ്തിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കുംസാരിക്കാൻ പറ്റിയില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ആ ഒരു വിഷമം അത് അനുഭവിക്കാൻ തുടങ്ങിയത് ഈ കാലഘട്ടം, ഈ അടുത്ത നാളുകളിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈശോ തന്നെ നമ്മളെ അനുഗ്രഹിക്കണം, നന്നായി കുർബാനയ്ക്ക് പങ്കെടുക്കാനും ശ്രദ്ധാപൂർവം പങ്കെടുക്കാനും ഓരോ നിയോഗങ്ങളും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും അത് ഈശോ തന്നെയാണ് നമുക്ക് അനുഗ്രഹം തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ ബലി ഞങ്ങൾക്ക് ധ്യാന വിഷയമാകുന്നു. അവിടുന്ന് ബലിയിൽ സമർപ്പിച്ചത് അവിടുത്തെ ജീവിതം തന്നെയായിരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദമ്പതികൾക്ക് ഊർജ്ജമായി തീരേണ്ടത് അവിടുന്നാണ്, അവിടുത്തെ കൃപകളാണ്. അത്തരത്തിൽ അവിടുത്തെ സാന്നിധ്യവും കൃപകളും ലഭിക്കാൻ തക്കവിധം ജീവിതബന്ധിയായ അനുഭവങ്ങളെ പ്രത്യാശയോടെ ബലിയിൽ സമർപ്പിക്കാൻ ദമ്പതികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബലിപീഠത്തെ ആശ്രയിച്ച് കുടുംബത്തെ നയിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പൂർവികരെ പ്രതി നിന്നെ സ്തുതിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ബലിജീവിതത്തിൽ മാതൃക നൽകിയ അവരെ അനുഗ്രഹിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവമേ അനുഗ്രഹിച്ച് സഹായിക്കണമേ. തിരുഹൃദയമേ, തിരുമുൻപിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.